ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനം എന്നുള്ള നിലയ്ക്ക് ഈ പള്ളിയിൽ മഹത്തായ ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചു. അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഇവിടെ പങ്കെടുത്തവരും അല്ലാത്തവരുമായ എല്ലാ സഹോദരന്മാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ, ചില ആളുകളെ നന്മകൾ തുറന്നു കൊടുക്കുന്ന താക്കോലുകളാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്. ചില ആളുകൾ അവരും മഫാത്തിഹുലിൽ ഖൈർ, നല്ല കാര്യങ്ങൾ അത് തുടങ്ങിക്കൊടുക്കാൻ, അത് ആരംഭിക്കാൻ, അത് ചെയ്യാൻ മറ്റുള്ള ആളുകൾക്ക് താക്കോലുകളായി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ ചീത്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ഉദ്ഘാടകരും അതിൻ്റെ താക്കോലുകളുമായി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. നല്ല കാര്യങ്ങൾക്ക് സഹകരിക്കുകയും അതിൻ്റെ താക്കോലുകളായി അത് തുടങ്ങിക്കൊടുക്കുന്നവരും അതിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവിധ സന്തോഷവും അള്ളാഹുവിൻ്റെ റസൂല് വാഗ്ദാനം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് തെറ്റായ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ പരാജയമാണ്. ആ തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെ മുഴുവനും പാപം ഈ നിസ്സഹായനായ മനുഷ്യൻ പേറേണ്ടി വരും. അതിൻ്റെ കുറ്റം ഇവൻ ഏറ്റെടുക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഈ പറയുന്ന വിഷയത്തിൽ നിഷ്കളങ്കമായ സത്യസന്ധമായ നിലക്ക് ആക്കിത്തരുമാറാവട്ടെ. പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമായ അറിവ് വിജ്ഞാനമാക്കി അള്ളാഹു നൽകുമാറാവട്ടെ. നാം അറിയുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ഈ ലോകത്ത് ജീവിക്കാനും സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ അവന് ഇഷ്ടപ്പെട്ട ആദരണീയരായ അടിമകളായി അവനെ കണ്ടുമുട്ടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, പല സദസ്സുകളിൽ വെച്ച് നമ്മളെല്ലാവരും കേട്ടതുമാണ് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, സൂറത്ത് ദാരിയാത്തിലുള്ളൊരായത്ത്. ഈ ലോകത്തേക്ക് മനുഷ്യരായ ആളുകളെ, ജിന്നുകളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള വിഭവങ്ങൾ മുഴുവനും ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ഭൂമിയെ, ഈ ആകാശത്തെ, സൂര്യനെ, ചന്ദ്രനെ, ഭക്ഷണ വിഭവങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ, വസ്ത്രങ്ങൾ, ഏതേത് കാര്യങ്ങൾ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ അത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനനുസരിക്കുന്ന ഈ ഇബാദത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അള്ളാഹു സംവിധാനിച്ചു വെച്ചത്. നിർഭാഗ്യവശാൽ അള്ളാഹുവിന് എതിര് ചെയ്യുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം ഈ വിഭവങ്ങൾ അധികാരപ്പെടുത്തി കൈയടക്കി വച്ചിരിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവുമാണ്. നമ്മൾ ഈ പറയുന്ന സദസ്സിൽ പരസ്പരം പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മനുഷ്യൻ ആരാണ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതായിരുന്നു, അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ച് എന്താണ് പ്രചരിപ്പിച്ചത്, എന്തിനാണ് അദ്ദേഹം മുന്നിൽ നിന്നത് എന്നൊക്കെ ചുരുങ്ങിയ നിലയ്ക്ക് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. അദ്ദേഹം എഴുതിയ ഫതുഹുർ റബ്ബിൽ ഗഫൂരി അൽ വാജിബാത്തുൽ മുതഹത്തിമാത്തുൽ മഅരിഫത്തി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, മുസ്ലിമാണ് എന്ന് പറയുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർ അറിയൽ അനിവാര്യമായ, നിർബന്ധമായ, ഒരിക്കലും അവർക്ക് അറിയാതിരിക്കാൻ നിർവാഹമില്ലാത്ത
അതിപ്രധാനമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ലഘുലേഖ, അതല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് കേട്ട് അത് മനസ്സിലാക്കി യഥാർത്ഥ ഒരു മുസ്ലിം ആരായിരിക്കണം, അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അവൻ്റെ ആദർശമായി അവൻ എന്ത് കൊണ്ട് നടക്കണം, ആ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളിവിടെ ഇരുന്നത്. ആ പറയുന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് അൽ ഉസൂലു സലാസ, അൽ ഉസൂലു അസ്സലാസ. അറബിയിൽ സലാസ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 3 എന്ന് പറയുന്നത്. ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ആൾ അറിഞ്ഞിരിക്കേണ്ട, അവൻ്റെ ആദർശവും ലക്ഷ്യവുമായി അവൻ കൊണ്ടു നടക്കേണ്ട അതിപ്രധാനമായ 3 കാര്യങ്ങൾ, അതാണ് ഉസൂൽ. അസുൽ എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ ബഹുവചനമാണ് അൽ ഉസൂൽ എന്ന് പറയുന്നത്. ഉസൂൽ, അസുല് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഭാഷാ അർത്ഥത്തിൽ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ തറ, അതതിൻ്റെ അസുലാണ്. ഒരു വൃക്ഷത്തിൻ്റെ മരട്, അതിൻ്റെ വേരടക്കമുള്ള ആ ഭാഗങ്ങൾ, അതതിൻ്റെ അസുലാണ്. ഒരു ആദർശമാണെങ്കിൽ അതിൻ്റെ കാതലായ ഭരണഘടനയായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, നിയമാവലികൾ, അതതിൻ്റെ അസുലാണ്. ഈ പറയുന്നൊരു വീടാണെങ്കിൽ അതിൻ്റെ തറ എത്രത്തോളം ഭദ്രമായിരിക്കുമോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ മുകളിൽ പടുത്തുയർത്തിയ ആ ബിൽഡിങ്ങിൻ്റെ, ആ വീടിൻ്റെ, ആ എടുപ്പിൻ്റെ ഭദ്രതയും കെട്ടുറപ്പും. ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മരടും അതിൻ്റെ വേരുകളും ഭൂമിയിൽ എത്രത്തോളം അടിയുറച്ചു നിൽക്കുന്നുണ്ടോ, ആ ഭൂമിയിൽ എത്രത്തോളം അത് ആണ്ടുപോയിട്ടുണ്ടോ, അതനുസരിച്ചാണ് ആ വൃക്ഷം കുഴങ്ങി വീഴാതെ തകർന്ന് തരിപ്പണമാകാതെ അത് ഭൂമിയിൽ അതിൻ്റെ കൊമ്പും ചുള്ളികളുമായി പടർന്ന് പന്തലിച്ചു കൊണ്ട് നിൽക്കുകയുള്ളൂ. ഒരു ആശയമാണെങ്കിൽ അതിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ നിയമാവലികൾ, ആ പറയുന്ന ഭരണഘടന അത് എത്രത്തോളം കെട്ടുറപ്പുള്ളതാണോ അതനുസരിച്ചായിരിക്കും ആ ആശയത്തിൻ്റെ ഭദ്രതയും ആ ആശയം സ്വീകരിച്ച ആളുകളുടെ ആദർശത്തിൻ്റെ കെട്ടുറപ്പും അങ്ങനെയായിരിക്കും. അസുരി എന്ന് പറയുന്നത് ഇവിടെ ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ആദർശത്തിൻ്റെ അടിവേരുകൾ, അതിൻ്റെ മരട്, അതല്ലെങ്കിൽ അതിൻ്റെ അസ്ഥിവാരം, അതിൻ്റെ തറ, ആ പറയുന്ന 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അത് എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ളതൊരു മുസ്ലിം അറിഞ്ഞേ മതിയാകും. അവൻ പുരുഷനാണെങ്കിലും അവൻ സ്ത്രീയാണെങ്കിലും അവരേത് കാലഘട്ടത്തിൽ ജീവിച്ചവരാണെങ്കിലും ഏത് നാട്ടിലുള്ളവരാണെങ്കിലും അവർക്ക് എത്ര ദുന്യവിയായ തിരക്കുള്ളവരാണെങ്കിലും ഭൗതികമായി അവർ എത്ര ഉയർന്ന സ്ഥാനത്തുള്ള ആളുകളാണെങ്കിലും ഈ 3 കാര്യങ്ങൾ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. ആ 3 കാര്യങ്ങൾ ചുരുങ്ങിയ നിലക്ക് നിങ്ങളുടെ ആ മുന്നിലുള്ള പുസ്തകത്തിൽ പറയുന്നത് വഹിയ. ഏതാണ് ആ 3 കാര്യങ്ങൾ? അതിൽപ്പെട്ട ഒന്നാമത്തത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ അവൻ്റെ സൃഷ്ടാവ് ആരാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു വ്യക്തത ആ വ്യക്തിക്ക് വേണം. നമ്മൾ പേജ് നമ്പർ എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നാൽ എൻ്റെ കയ്യിലുള്ളത് നിങ്ങളത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ത്വയ്യബ്, 8ാമത്തെ സ്ത്രീകൾ സഹോദരന്മാരുടെ കയ്യിലൊക്കെ ഇതുണ്ടെങ്കിൽ 8ാമത്തെ പേജാത് പറഞ്ഞത് ത്വയ്യബ്. അതിൽ പറയുന്നത് ഒന്നാമത്തെ അടിസ്ഥാനം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആദർശത്തിൻ്റെ അതിൻ്റെ തറ പറഞ്ഞതുപോലെ അതിൻ്റെ അസ്ഥിവാരം, അതിൻ്റെ കാതലായ വശങ്ങൾ, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിനെ കുറിച്ച് അറിയണം. റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ സൃഷ്ടാവ്. നാം ആരും ഈ ലോകത്തില്ലായിരുന്നു. നമ്മൾ പിന്നീട് ഈ ലോകത്ത് വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അവനാണ് നമ്മളെ സൃഷ്ടാവ്, അവനാണ് നമ്മളെ സൃഷ്ടിച്ച് ഉണ്ടാക്കി ഈ രൂപത്തിൽ, ഈ കഴിവിൽ, ഈ പ്രാപ്തിയിൽ അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അവനാണ് നമ്മുടെ ഉടമ, അള്ളാഹു ആകുന്ന നമ്മുടെ ഉടമ. നാം ഓരോരുത്തരും പറയും ആ വീടിൻ്റെ ഉടമ ഞാനാണ്, ആ തോട്ടത്തിൻ്റെ ഉടമ ഞാനാണ്, ഈ പറയുന്ന ഉപകരണത്തിൻ്റെ ഉടമ ഞാനാണ് എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഒരു സാങ്കല്പികമായ, അതല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു ഉടമസ്ഥ അവകാശം മാത്രമാണ്. നമുക്കെല്ലാവർക്കും അതറിയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ ഉടമ പോലും ഞാനല്ല. ഏത് നിമിഷം അള്ളാഹുവിനത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ഈ ലോകത്ത് ഇന്നേ വരെയുള്ള ഒരു സംവിധാനത്തിനും ഒരു മനുഷ്യൻ്റെയും ശരീരത്തിന് അള്ളാഹു അതിനെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് പിടിച്ചു വെക്കാനോ അള്ളാഹുവിനോട് മത്സരിച്ച് പരാജയപ്പെടുത്തി അവൻ്റെ ശരീരത്തിനെയോ സമ്പത്തിനെയോ കുടുംബത്തിനെയോ അവന് ലഭിച്ച ഏതേത് വിഭവങ്ങളും അതിനെ ഇവിടെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സംവിധാനത്തിനും അത് സാധ്യമല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ ചില ആളുകൾ ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു സത്യവുമാണ്. ആ അള്ളാഹു ആകുന്ന നമ്മുടെ എല്ലാവരുടെയും നിയന്താവും അവനാണ്, നിയന്ത്രിക്കുന്നവൻ.
നമ്മുടെ ഓരോരോ ചലനങ്ങളും അനക്കങ്ങളും അടക്കങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അവന് റബ്ബ് എന്ന് പറയാം. അൽ ഖാലിഖു അറബിയിൽ പറയുകയാണെങ്കിൽ, അൽ മാലിക്കു അൽ മുദബ്ബിർ, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നിലക്ക് സൃഷ്ടാവ്, എല്ലാവരുടെയും ഉടമ, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നമുക്ക് എന്ത് ഉപകാരങ്ങൾ, നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ, നമുക്കെന്തെങ്കിലും ഒരു വിപത്ത് വരുത്തി വെക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ ഉടമ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം പരിചയപ്പെടുത്തലുകൾ ആയാത്തുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഹദീസുകൾ ധാരാളമുണ്ട്. ഈ ആയാത്തുകളും ഈ ഹദീസുകളും അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി നാം അള്ളാഹുവിനെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. ഒരടിമ എന്നുള്ള നിലക്ക് നമ്മുടെ ഉടമയായ, നമ്മുടെ സൃഷ്ടാവായ, നമ്മളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയൽ നിർബന്ധമാണ്. അതേപോലെ അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചു വെച്ച ഓരോ ഘടകങ്ങളിലും, ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, സൂര്യചന്ദ്രനിൽ, നക്ഷത്രങ്ങളിലുമുണ്ട്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, സ്വന്തം ശരീരത്തിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നാം ഈ ലോകത്ത് വന്നിടം മുതൽ ഓരോ വ്യക്തികളും ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുന്നത് വരെ ഒരു നിമിഷം നിൽക്കാതെ മിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉപകരണം അള്ളാഹു നമ്മിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കലില്ല എന്നുള്ളത്. നാം ഉറങ്ങുന്ന സമയത്തും നാം വിശ്രമിക്കുന്ന സമയത്തും നമുക്ക് ആരോഗ്യമുള്ള സമയത്തും നമുക്ക് രോഗമുള്ള സമയത്തും ജീവൻ നമ്മിൽ നിലനിൽക്കുന്ന സമയം മുഴുവനും അത് മിടിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലത്തെ ഒരു ഉപകരണം ഏതാണ് മനുഷ്യർ കണ്ടുപിടിച്ചു വെച്ചത്? ആർക്കാണതെന്ന് പറയാനുള്ളത്? ഇതൊക്കെ തന്നാലെ ഉണ്ടായി എന്ന് ഈ പറയുന്ന ദീനിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ പരസ്യമായി പറയുന്നു എന്നുള്ളതൊഴിച്ചാൽ രഹസ്യമായ അവരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ ഈ പറയുന്നതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്നും ഒരു നിയന്ത്രിക്കുന്ന ആള് ഉണ്ട് എന്നുള്ളത് അവർ അംഗീകരിച്ചേ പറ്റൂ. അവരത് അംഗീകരിക്കുന്നതാണ്. ഈ ലോകത്ത് വന്ന അള്ളാഹുവിനെ നിഷേധിച്ച ഒരു വ്യക്തി, അഹങ്കാര ധിക്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച ഒരു വ്യക്തിയാണ് ഫിർഔൻ എന്ന് പറയുന്നവൻ. അള്ളാഹു അധികാരം കൊടുത്തതിൻ്റെ പേരിൽ അവൻ പറയുമായിരുന്നു, അന റബ്ബുക്കുമുൽ ആല, നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളെ നിയന്ത്രിക്കുന്ന ആളും നിങ്ങളുടെ ഉടമസ്ഥനുമൊക്കെ ആയിട്ടുള്ള ഉന്നതനായ ആൾ ഞാനാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അവനെക്കുറിച്ച് പറഞ്ഞത് വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവർ പരസ്യമായി നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ ഈ പറയുന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നവരാണ്. ഈ ലോകത്തിലൊരു സൃഷ്ടാവുണ്ട്, ഇത് നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്, ഇതിനൊരു ശക്തിയുണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഒന്നാമത് അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് അറിയണം. അതേപോലെ തന്നെ വദീനിഹി, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിമാണ് എന്ന് ആരവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാം, എന്താണ് ആ ദീനുൽ ഇസ്ലാമിൽ ഞാൻ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ്, എനിക്ക് നിർബന്ധമായ ഉത്തരവാദിത്വം എന്താണ്, അതറിഞ്ഞേ മതിയാകൂ, അതനുസരിച്ച് ചെയ്തേ മതിയാകൂ. അതേപോലെ തന്നെ വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിയമാവലികളും അധ്യാപനങ്ങളും നമുക്ക് എത്തിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു, അദ്ദേഹം പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഓരോ വിഷയങ്ങളിലും. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മലമൂത്ര വിസർജനത്തിന് നിർവഹിക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, നമ്മുടെ ഉറക്കാണെങ്കിൽ, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുക, ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലും ആ പ്രവാചകനിൽ നിന്നുള്ള അധ്യാപനങ്ങളുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ആ പറയുന്ന അധ്യാപനങ്ങൾ എന്താണ് പ്രവാചകൻ ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇതൊരു മുസ്ലിം അറിഞ്ഞേ മതിയാകും. നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ അതിലുണ്ട്, ഐച്ഛികമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ആ പ്രവാചകനെ കുറിച്ച് വ്യക്തമായൊരു അറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴേ അവൻ്റെ ഇസ്ലാം അത് പൂർണ്ണമാവുകയുള്ളൂ. അവൻ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന അവകാശവാദത്തിന് അവൻ അർഹനാവുകയും ചെയ്യുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല ഈ 3 കാര്യങ്ങൾക്ക് ഇത്ര പ്രാധാന്യം എന്തുകൊണ്ട് കൊടുത്തു? എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് ഇത്തര സ്ഥാനം? ഇസ്ലാമിൻ്റെ അതിൻ്റെ അസ്ഥിവാരമാണത്.
അതിൻ്റെ തറയാണത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പരിചയപ്പെടുത്തി തന്നു? ഇത് ഒരാൾ അറിയൽ അനിവാര്യമാണ്, നിർബന്ധമാണ് എന്ന് എന്തുകൊണ്ടാ പണ്ഡിതൻ പറഞ്ഞു? അതിനുള്ള ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, മറ്റുള്ള ഹദീസിന്റെ പണ്ഡിതന്മാർ മുഴുവനും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മൂന്ന് കാര്യങ്ങൾക്ക് അതിയായ പ്രാധാന്യം ദീനുൽ ഇസ്ലാമിലുണ്ട്, നമ്മളിത് അറിയൽ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയും ചെയ്യും. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആ പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബറാ ഇബ്നു ആസിബ് എന്ന് പറയുന്ന സഹാബിയിൽ നിന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന് പറയുന്ന ആയത്ത്, പരിശുദ്ധ ഖുർആനിലുള്ള ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അദ്ദേഹം പറയാണ്, നസലത് ഫി അദാബിൽ ഖബർ, ഖബറിൽ ശിക്ഷയുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ചോദ്യം ഉത്തരവുമുണ്ട് എന്നുള്ളതിൻ്റെ മേൽ തെളിവായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആയത്തിന്റെ അർത്ഥം യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളായ ആളുകളെ സ്ഥിരപ്പെടുത്തും, അവർക്ക് സ്ഥിരത നൽകും, ആദർശത്തിൽ അവർക്ക് അടിയുറച്ച് ഉത്തരം പറയാൻ, പരീക്ഷണം വരുന്ന ചോദ്യം വരുന്ന സമയത്ത് കൃത്യമായി ഉത്തരം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. ബിൽ ഖൗലി സാബിത്ത്, അടിയുറച്ച ആദർശം, ആ ആദർശത്തിൽ അള്ളാഹു നിലനിന്ന് അതിൽ നിന്ന് വ്യതിചലിക്കാതെ നിലപാട് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും എന്ന് പറഞ്ഞ ആയത്ത് ഖബറിലുള്ള ശിക്ഷയും ഖബറിലുള്ള ചോദ്യ വിചാരണയും അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത്. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ പറയുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള കുറച്ച് ചുരുങ്ങിയാണ് ഈ സംഭവം പറഞ്ഞത്. ഇമാം അബൂ ദാവൂദ് എന്ന് പറയുന്ന ഹദീസിന്റെ പണ്ഡിതൻ ഈ ഹദീസ് അല്പം ദീർഘമായി കൊണ്ട് പറയുന്നുണ്ട്. ആ പറയുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഖറജനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജിനാസത്തി റജുലിൻ മിനൽ അൻസ്വാർ, മദീനക്കാരനായ ഒരു സ്വഹാബി മരിച്ച് അദ്ദേഹത്തിന്റെ മരണ ശുശ്രൂഷയുമായി ഖബറടക്കാൻ വേണ്ടിയിട്ട് മഖ്ബറയിലേക്ക് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ ഫന്തഹൈന ഇലൽ ഖബരി വലമ്മ യുൽഹദ്, ഞങ്ങൾ ആ മഖ്ബറയിലെത്തിയ സമയത്ത്, മയ്യത്തും കൊണ്ട് മഖ്ബറയിലെത്തിയ സമയത്ത് ഖബർ അത് കുഴിച്ച് തുരന്ന് റെഡിയാക്കപ്പെട്ടിട്ടില്ല. അവരൊക്കെ അന്ന് ഖബറുകൾ ഒരുക്കിയിരുന്നത് ഭൂമിയിൽ കുഴിയുണ്ടാക്കി അതിൻ്റെ ഒരു സൈഡിലേക്ക് ദ്വാരമുണ്ടാക്കി അങ്ങനെയായിരുന്നു. അതാണ് അതിൽ ഏറ്റവും ഉത്തമമായ രീതി. ഭൂമിയുടെ കിടപ്പനുസരിച്ചാണ് വ്യത്യാസപ്പെടുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർ റെഡിയാകുന്നത് വരെ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗല, പ്രവാചകൻ അവിടെ ഇരുന്നു, ഞങ്ങളും ആ പ്രവാചകന്റെ ചുറ്റുഭാഗത്തും ഇരുന്നു. സഹാബികളുടെ രീതി അതായിരുന്നു, ദീന് കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. കഅന്നമാ അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലകളുടെ മുകളിൽ പക്ഷികളുള്ളതുപോലെ അത്ര താഴ്മയോടെ വിനയത്തോടെ അടക്ക ഒതുക്കത്തോടുകൂടെ ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ വഫിയദിഹി ഊദുൻ യൻകുതു ബിഹി ഫിൽ അർള്, പ്രവാചകന്റെ കയ്യിൽ ഒരു മരക്കഷ്ണമുണ്ട്, അതുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടും വരച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ഫറഫഅ റഅസഹു, പ്രവാചകൻ അവിടുത്തെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടുവീൻ എന്ന് പറഞ്ഞു. മറത്തൈനി ഔ സലാസൻ, 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, അതല്ല 3 പ്രാവശ്യം പറഞ്ഞു. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, പ്രവാചകൻ ഓരോ പ്രാവശ്യം പറയുന്ന സമയത്തും സ്വഹാബികൾ അള്ളാഹുവിനോട് ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന്, അവിടെയുള്ള പരീക്ഷണത്തിൽ നിന്ന് കാവലിനെ തേടുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബർ. നമ്മളെല്ലാവരും നിസ്കാരത്തിൽ അവസാനത്തെ തശഹുദിൽ അവസാനത്തെ ഭാഗത്ത് ഈ പറയുന്ന ദുആ നമ്മൾ നിർവഹിക്കലുണ്ട് താനും, നിങ്ങളെല്ലാവരും അത് നിർവഹിക്കലുണ്ടാകും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു, വഇന്നഹു ലയസ്മഉ ഖഫ്ഖ നിആലിഹിം ഇദാ വല്ലു മുദ്ബിരീൻ ഹീനമാ യുഖാലു ലഹു യാ ഹാദ. ഒരു മനുഷ്യനെ ഖബറടക്കി അവന്റെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോൾ ഈ മയ്യത്ത് ഇവരുടെ ചെരുപ്പുകൾ ഭൂമിയിലടിക്കുന്ന ശബ്ദം കേൾക്കും. മരിച്ച മയ്യത്ത് കേൾക്കും എന്ന് പ്രവാചകൻ പറഞ്ഞ ഈ സംഭവത്തിൽ കേൾക്കും എന്ന് കരുതി എല്ലാ കാര്യങ്ങളും മയ്യത്ത് കേൾക്കും എന്ന് നമുക്ക് പറയാൻ പാടില്ല. പ്രവാചകൻ കേൾക്കും എന്ന് പറഞ്ഞ ഈ സംഭവത്തിൽ കേൾക്കും എന്ന് നമ്മൾ വിശ്വസിക്കും. കുടുംബങ്ങൾ തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ചെരുപ്പുകൾ, ഷൂകൾ ഭൂമിയിലടിക്കുന്ന ശബ്ദം ഈ മയ്യത്ത് കേൾക്കും. അവൻ നിസ്സഹായനായി, ഏകനായി, ഒറ്റപ്പെട്ടുകൊണ്ട് അവിടെ കടക്കുന്നു. ആ സമയത്ത് ആ മയ്യത്തിന്റെ അടുത്തേക്ക് 2 മലക്കുകൾ വരും.
മുങ്കർ നക്കീർ എന്ന് പറഞ്ഞ് പേരിൽ അറിയപ്പെട്ട, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള, അവരുടെ പേരാണെങ്കിൽ ചില പണ്ഡിതന്മാരത് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു വിരൂപരായ, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അപരിചിതരായ, മുൻ പരിചയമില്ലാത്ത 2 മലക്കുകൾ ഖബറിലേക്ക് വരും. അങ്ങനെ ഈ മയ്യത്തിനെ അവർ എണീപ്പിച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, വമാ ദീനുക, നിന്റെ ആദർശം ദീൻ ഏതാണ്, വമൻ നബിയുക, നിന്റെ പ്രവാചകൻ ആരാണ്, നിങ്ങളിലേക്ക് വന്ന ദൂതൻ ആരാണ് എന്ന്. നിങ്ങൾ നോക്കി സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൽ നിന്ന് എത്ര ജീവിച്ചാലും മരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്താരും കാലാകാലം ജീവിച്ച ആരും തന്നെയില്ല, ഏത് ആദർശക്കാരനാണെങ്കിലും ഏത് വിശ്വാസക്കാരനാണെങ്കിലും. അങ്ങനെ ഈ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന് ബർസഖിയായ ലോകം എന്നാണ് പറയാം. പരലോകത്ത് എത്തുന്നതിൻ്റെ മുമ്പുള്ള ആ കാലഘട്ടത്തിന് ബർസഖിയായ ലോകം. ചില ആളുകളെ ഭൂമിയിൽ കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടും, ചില ആളുകളെ കത്തിച്ച് കരിച്ചുകൊണ്ട് ആളുകൾ അവരെ വെണ്ണീറാക്കി വെള്ളത്തിലും മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വതറും, ചില ആളുകളെ മൃഗങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കും, ചില ആളുകൾ വെള്ളത്തിലും കടലിലും പോയി അതിൽ വെച്ച് ചീഞ്ഞ് അവരുടെ ശരീരങ്ങൾ നാമാവശേഷമായും. എന്ത് തന്നെയാണെങ്കിലും ആ പറയുന്ന ബർസഖിയായ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടുന്ന അതിശക്തമായ ഒരു പരീക്ഷണമാണിത്. അവിടെ ഈ മലക്കുകൾ വരും, ഈ മനുഷ്യനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ആ ചോദിക്കുന്നതിൽപ്പെട്ട 3 ചോദ്യങ്ങൾ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്നുള്ളതാണ്. നിന്റെ റബ്ബാരാണ്, നിന്റെ സൃഷ്ടാവാരാണ്, നിനക്ക് അവനെക്കുറിച്ച് എന്തറിയും, നിന്റെ ഉടമയായിരുന്ന, നിന്നെ നിയന്ത്രിച്ചിരുന്ന അവനെക്കുറിച്ച് നിനക്ക് എന്ത് പരിചയമാണുള്ളത്. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, നമുക്ക് അവനോട് ഒരുപാട് കടമകളുണ്ട്. നമുക്ക് ഈ ലോകത്ത് ഇന്ന് ആളുകൾ ഭൗതികമായ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഈ പറയുന്ന സംവിധാനങ്ങളും മറ്റും നമ്മുടെ കയ്യിലുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഡാറ്റകളും ഒരുപാട് അറിവുകളും നമ്മളെല്ലാവരും സ്വായത്തമാക്കിയവരാണ്. ഭൗതികമായിട്ട് ആളുകൾ ആഴത്തിലും ഉയർന്ന് പഠിക്കാൻ വേണ്ടി കുട്ടികളും കുടുംബങ്ങളും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരുമാണ് ബഹുഭൂരിഭാഗം ആളുകളും. അങ്ങനെയാണ് ഈ പറയുന്ന ഓരോരുത്തർക്കും തൻ്റെ ശരീരത്തിനോട് ഒറ്റക്കും കൂട്ടായിട്ടിരിക്കുമ്പോഴും കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഏകരാകുന്ന സമയത്തും ഒന്ന് ചോദിച്ചു നോക്കാം, അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് എന്തറിയും, അവനോട് നമുക്കുള്ള ബാധ്യത എന്താണ് എന്നുള്ളത് കൃത്യമായ ഖുർആനിൻ്റെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ എന്തറിയും. മർ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഈ സദസ്സിൽ നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം കൃത്യമായി വ്യക്തമായി അവന് റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരാൻ അറിയും? ഇത്രയും കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചല്ലോ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചല്ലോ, ഒരുപാട് അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തല്ലോ. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്തറിയും? ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും, പ്രവാചകനെ കുറിച്ചുണ്ടാകും. അതേപോലെ തന്നെ ദീൻ എന്തായിരുന്നു, ആദർശം എന്തായിരുന്നു, എന്തായിരുന്നു നിന്റെ മാർഗനിർദ്ദേശങ്ങൾ, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജീവിതം നീ ചെലവാക്കിയത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ കൃത്യമായി പറയും, എൻ്റെ റബ്ബ് അള്ളാഹു ആകുന്നു, എൻ്റെ ദീൻ ഇസ്ലാമാണ്, ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിമായിരുന്നു, ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമായിരുന്നു, ഞങ്ങളുടെ പ്രവാചകനായിരുന്നു. ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് മാർഗനിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചവരാണ് എന്ന് കൃത്യമായി ഉത്തരം പറയും. അപ്പോൾ ഈ മലക്കുകൾ അവനോട് ചോദിക്കും, വമാ യുദ്രീക്, വമാ യുദ്രീക്, എവിടെ നിറഞ്ഞു നീ കാര്യങ്ങൾ, ആരാണ് എനിക്കത് അറിയിച്ചു തന്നത്, എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു? അപ്പോൾ ഈ മുഅ്മിനായ ശരിക്ക് ഉത്തരം പറയുന്ന മനുഷ്യൻ പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, പരിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തു, അതിൻ്റെ വിശദീകരണമായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഞാൻ പഠിച്ചു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു, അത് സത്യമാണ് എന്ന് ഞാൻ അംഗീകരിച്ചു പോയി എന്ന് പറയും. ആ മനുഷ്യനെ ഈ ലോകത്ത് കൃത്യമായി ആദർശത്തിൽ മുന്നേറിയ ആളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. ഈ ലോകത്ത് കൃത്യമായി ആദർശം മനസ്സിലാക്കി അള്ളാഹുവിനെ പരിചയപ്പെട്ട് ദീനിനെ പരിചയപ്പെട്ട് പ്രവാചകനെ അറിഞ്ഞുകൊണ്ട് കൃത്യമായി പോയ ആളാണെങ്കിൽ ഈ ലോകത്ത് ഈ ആദർശത്തിൽ മരിക്കുന്ന സമയത്ത് അള്ളാഹു അവന് സ്ഥിരത നൽകും, ആ ആദർശത്തിലായിട്ട് മരിക്കും. ഖബറിൽ ചെല്ലുന്ന സമയത്ത് പിന്നീട് മഹ്ശറിലൊക്കെ ഈ പറയുന്ന മനുഷ്യൻ അള്ളാഹു സ്ഥിരത നൽകും, ആ ആദർശത്തിൽ കൃത്യമായി നിലനിന്ന് ഉത്തരം പറഞ്ഞ് പോകാൻ കഴിയും. ഖബർ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ യാത്രയുടെ ആദ്യത്തെ പടിയും ഭവനവുമാണ്. അവിടെ കൃത്യമായ ഉത്തരം ഒരാൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് മുഴുവനും ആ വ്യക്തിയെ സംബന്ധിച്ച് ലളിതമാണ്, എളുപ്പവുമാണ്. ഖബറിലുള്ള ഈ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തി പരാജയപ്പെട്ടാൽ, അതിലൊരാൾ പരാജയപ്പെടുന്നത് ഈ ലോകത്ത് ആ കാര്യത്തിൽ അവൻ പരാജയപ്പെടുമ്പോഴാണ്, ആ കാര്യത്തിൽ അവൻ അശ്രദ്ധനായി ജീവിക്കുമ്പോഴാണ്.
അതിന് ശ്രദ്ധിക്കാതെ ഈ ലോകത്ത് വെച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ ആദർശത്തിൽ അവന് നിലനിന്ന് മരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖബറിൽ ഈ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയാനും കഴിയൂല. ശരിയായ ഉത്തരം പറഞ്ഞ ആളാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ഫയുനാദി മുനാദി മിനസ്സമ, ആകാശത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയും, അൻ ഖദ് സദഖ അബ്ദി, എൻ്റെ അടിമ സത്യമാണ് പറഞ്ഞത്. അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ നിങ്ങൾ നൽകി, സ്വർഗത്തിലേക്കുള്ള കവാടം അവൻ്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു വെക്കി. വൽബിസുഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അവന് നിങ്ങൾ നൽകുവീൻ എന്ന്. അങ്ങനെ ഫയഅ്തീഹി മിൻ റൗഹിഹാ വതീബിഹാ, സ്വർഗത്തിലുള്ള പരിമളങ്ങളും അവിടുത്തെ സുഗന്ധങ്ങളും അവിടുന്നുള്ള മന്ദമാരുതനും അവൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. വയുഫ്തഹു ലഹു ഫീഹാ മദ്ദ ബസരിഹി, അവൻ്റെ കണ്ണ് കൊണ്ട് നോക്കിയാൽ കാണുന്ന അത്ര ദൂരെയുള്ള പ്രദേശം അവൻ്റെ ഖബറിൽ അവന് വിശാലമാക്കപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് ഈ ലോകത്ത് സത്യനിഷേധിയായി ജീവിച്ച വ്യക്തിയാണ്, അള്ളാഹുവിന് പരിചയമില്ലാതെ, പ്രവാചകനെ അറിയാതെ, അതേപോലെ ദീനുൽ ഇസ്ലാമി എന്താണെന്ന് മനസ്സിലാക്കാതെ പോയാൾ, അതേപോലെ കാപട്യമുള്ള വ്യക്തികൾ, പേരിന് മുസ്ലിമീങ്ങളായിരിക്കും, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ആളാണെങ്കിൽ അവരോട് ഖബറിൽ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ ലാ അതിരി, പേടിച്ച് വിരൂപരായ അപരിചിതരായ ഈ മലക്കുകളെ കണ്ട് പേടിച്ചു വെപ്രാളപ്പെട്ട് ഏകനായി ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പേടിച്ചുകൊണ്ട് അവൻ അവിടെ വെച്ച് ശബ്ദിക്കും, വെപ്രാളപ്പെട്ടുകൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കും. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പറയപ്പെടും, അവൻ കളവാണ് പറഞ്ഞത്, അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള കവാടങ്ങൾ അവൻ്റെ ഖബറിലേക്ക് തുറന്നു വെക്കുവീൻ. നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങളും ആ നരകത്തിൽ നിന്ന് അതിലേക്ക് അവൻ്റെ ആ നരകത്തിൽ നിന്നുള്ള ചൂടുകളും കഠിനമായ വൃത്തികെട്ട വാസനകളും ദുരിതങ്ങളും അവൻ്റെ ഖബറിലേക്ക് വരുന്ന നിലക്കുള്ള അവസ്ഥ. വൽബിസുഹു മിനന്നാർ വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള കവാടം അവൻ്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു വെക്കി, നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അവനെ നിങ്ങൾ ധരിപ്പിക്കുവീൻ എന്ന് പറയും. വിരൂപനായൊരു മനുഷ്യൻ ഇവൻ്റെ ഖബറിലേക്ക് വരും. അവൻ ചെയ്ത തെറ്റായ പാപകരമായ കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് രൂപപ്പെടുത്തി അവന് പ്രയാസങ്ങൾ, ഖിയാമത്ത് നാൾ വരെയുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വരും. അവനെ വലിയ ദണ്ഡുകൾ കൊണ്ട് ഖബറിൽ വെച്ച് അടിക്കപ്പെടും പോലത്തെ ഹദീസ്. ഈ ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഇത്ര ഗൗരവമുള്ളത് കൊണ്ടും ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞതിൻ്റെ ശേഷം അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇത്ര വലിയ ഈ പരീക്ഷണത്തിനെ കുറിച്ച് ഇതുപോലത്തെ സ്വഹീഹായ ഹദീസുകളിൽ വന്നത് കാരണം മഹാനായ ആ പണ്ഡിതൻ നമുക്ക് ഉപദേശ നിർദ്ദേശം എന്നുള്ള നിലക്ക് ഗുണകാംക്ഷ എന്നുള്ള ഭാഗത്തിൽ കൂടെ ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ഇതുപോലത്തെ ലഘുലേഖകളിൽ, ചെറിയ പുസ്തകങ്ങളിൽ കൂടെ അത് നമ്മെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. മർ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അറബി ഭാഷയിൽ റബ്ബ് എന്ന് പറയുന്ന ആ വാക്ക് മാലിക്, ഉടമ എന്ന് പറയുന്ന അതിന് റബ്ബ് എന്ന് പറയും. റബ്ബുൽ ബൈത്ത് എന്ന് പറയും അറബിയിൽ. റബ്ബുൽ ബൈത്ത്, വീട്ടുകാരനെ കുറിച്ച് റബ്ബുൽ ബൈത്ത് എന്ന് പറയും. റബ്ബു സയ്യാറ എന്ന് പറയും. അറബികളായ ആളുകൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത് ഗൾഫ് നാടുകളിലൊക്കെ പോയ ആളുകൾക്ക് അത് അറിയുന്ന വിഷയങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അറബിയിൽ അങ്ങനെ പറയലില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ. അപ്പോൾ ഉടമ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉടമ, അതിന് റബ്ബ് എന്ന് പറയും. അതേപോലെ തന്നെ യജമാനൻ, ഒരു അടിമയുണ്ടെങ്കിൽ അടിമകളുടെ കാലഘട്ടങ്ങളൊക്കെ ഉള്ള സമയത്ത് യജമാനന്മാർക്ക് സയ്യിദ് എന്നുള്ള വാക്കിൽ യജമാനന് റബ്ബ് എന്ന് പറയും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുകൾക്ക് റബ്ബ് എന്ന് പറയും. ഒരു പള്ളിയാണെങ്കിൽ, ഒരു സ്ഥാപനമാണെങ്കിൽ, ഒരു ഭവനമാണെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, അതിനെ കുറ്റമറ്റ നിലക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ റബ്ബ് റബ്ബ് എന്ന് പറയും. നാം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിശേഷണങ്ങൾ മുഴുവനും അള്ളാഹുവിലുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സൃഷ്ടാവാണ് അള്ളാഹു. നമ്മളില്ലായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ ആരുമല്ല നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളാരും നമ്മളെ സ്വന്തം ശരീരത്തിന് സൃഷ്ടിച്ചവരല്ലല്ലോ. നമ്മളില്ലാത്തവരായിരുന്നു. പിന്നെ എങ്ങനെ സൃഷ്ടിക്കും? ഒരു മാതാവോ പിതാവോ അല്ല അവരുടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്. അല്ല എന്നുള്ളതിന് ഒരുപാട് 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 തെളിവുകളുണ്ട്. മാതാവും പിതാവുമാണ് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നവർ എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അവരിഷ്ടപ്പെട്ട അഴകോടുകൂടെ, അവരിഷ്ടപ്പെട്ട ആരോഗ്യത്തോടുകൂടെ, ആ രൂപത്തിലൊക്കെയായിരുന്നു ആ കുഞ്ഞുങ്ങൾ വരേണ്ടത് സ്വാഭാവികമായിട്ടും. അല്ലല്ലോ. ഈ ലോകത്തുള്ള ആരും തന്നെയില്ല. സത്യനിഷേധികളായ കുഫാറുകളായ മറ്റു മതക്കാരായ ആളുകൾ പോലും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, ഖാലിഖുണ്ട് എന്നുള്ള കാര്യം അവർ കൃത്യമായി അത് അംഗീകരിക്കുന്നവരാണ്. വളരെ തുച്ഛം ആളുകൾ മാത്രമേ പരസ്യമായിട്ട് സൃഷ്ടാവില്ല, ഈ ലോകം അത് തന്നാലെ ഉണ്ടായതാണ് എന്ന് പറയുന്ന വളരെ തുച്ഛം ആളുകളെ പരസ്യമായിട്ട്, രഹസ്യമായിട്ട് അവർ അംഗീകരിക്കുന്നവരാണ് താനും. ഈ ലോകത്തുള്ള ഏത് ഒരു ഉൽപ്പന്നം നമ്മൾ എടുത്തു നോക്കിയാലും അത് മുഴുവനും ഉണ്ടാക്കിയ, ഉൽപ്പാദിപ്പിച്ച ഒരാളതിൻ്റെ പിന്നിലുണ്ടല്ലോ. ഈ പറയുന്ന ആകാശവും ഭൂമിയും സമുദ്രവും വൃക്ഷങ്ങളും
ഒരു വൃക്ഷത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു സസ്യത്തിൽ നിന്ന് വരുന്ന ഒരു ചെറിയ പുഷ്പം നോക്കുകയാണെങ്കിൽ, സമുദ്രത്തിലുള്ള കയ്യും കണക്കുമില്ലാത്ത മത്സ്യങ്ങളും ജീവജാലങ്ങളുമാണെങ്കിൽ, ഇത്ര ഭംഗിയായിട്ട് ഈ ലോകം കത്തിപ്രകാശിക്കുന്ന സൂര്യനാണെങ്കിൽ, ചന്ദ്രനാണെങ്കിൽ, നക്ഷത്രങ്ങളാണെങ്കിൽ, സ്വന്തം ശരീരങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോമങ്ങളാണെങ്കിൽ, അതിൻ്റെ ഓരോ ചലനങ്ങളാണെങ്കിൽ, അത് മുഴുവനും അതിൻ്റെ പിന്നിൽ ശക്തനായ, വളരെയധികം വിവരമുള്ള, കൃത്യതയുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ സംശയമുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കാണ് സംശയമുള്ളത്? പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളോട് ചോദിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട്, ഖുർആനിലുള്ള ഏറ്റവും ആദ്യത്തെ വിളിയാണ്. ഖുർആനിൽ അള്ളാഹു മനുഷ്യരായ ആളുകളെ മൊത്തത്തിൽ, നാട്ടുകാരി എന്നതെന്നോ ഏതെങ്കിലും രാജ്യക്കാരി എന്നോ ഭാഷക്കാരി എന്നോ ആദർശക്കാരി എന്നോ ഒന്നുമില്ല, മനുഷ്യർ എന്ന് പറയാൻ പറ്റുന്ന ആളുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുന്നത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് റബ്ബ്? ആരാണ് നിങ്ങളുടെ റബ്ബ്? അള്ളാഹു പരിചയപ്പെടുത്തിയത് അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. ഈ പറയുന്ന വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളോട് ചെന്ന് ചോദിച്ചാൽ നിങ്ങളെ സൃഷ്ടിച്ചത് ഈ പറയുന്ന വിഗ്രഹങ്ങളാണോ എന്ന് ചോദിച്ചാൽ അവരാരും പറയുകയില്ല ഞങ്ങളെ സൃഷ്ടിച്ചത് ഈ വിഗ്രഹങ്ങളാണ് എന്ന്. അവരാരും പറയുകയില്ല. സൃഷ്ടാവ് ഒരുത്തനുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നവരാണ് അവർ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്, അവർ ഏക സ്വരത്തിൽ പറയുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ ആയത്തിൽ അവൻ പറയുന്നു അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തന്നവനാണ്. നടക്കാനും കിടക്കാനും ഇരിക്കാനും ഓടാനും ഈ പറയുന്ന വളരെ ഭംഗിയായ നിലക്ക് ആ ഭൂമിയെ സംവിധാനിച്ചു വെച്ചവനാണ് അല്ലാഹു. വസ്സമാഅ ബിനാഅൻ, ആകാശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മേൽക്കൂര പോലെയാക്കി തന്നവനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും ഒരു ടവറിലോ ചെന്ന് നോക്കി അതിൻ്റെ അല്പം ഉയരമുള്ള മേൽക്കൂര കണ്ടാൽ എന്തൊരഴകിലെ, എന്തൊരു ഭംഗിയിലെ, അതിന് ഒരു തൂണുകളില്ലാതെ ഇത്ര വിശാലമായിട്ടില്ല. അവിടെ അത്ഭുതം കൂറുന്ന മനുഷ്യൻ അവൻ പരസ്യമായി അവൻ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരു തൂണുകളുമില്ലാതെ ഒരു കയറുകളും കെട്ടുമില്ലാതെ ആരും താങ്ങി നിൽക്കുന്നത് കാണാത്ത നിലയ്ക്ക് ഈ ആകാശത്തിനെ സംവിധാനിച്ചു വെച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് മാത്രമല്ല സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ കൊണ്ട് ആ ആകാശത്തിനെ നമുക്ക് കാണുമ്പോൾ വളരെ ചന്തമുള്ള അഴകുള്ള നിലക്ക് അതിനെ അലങ്കരിച്ചു വെച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പവിത്രവും പരിശുദ്ധവുമായ വെള്ളം ഇറക്കി തന്നവനാണ്. നാം ഉപയോഗിക്കുന്ന കുടിക്കാനും നാം കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾ കഴുകാനും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവുകയില്ല പലപ്പോഴും. ശരിക്കൊരു മുറുക്ക് വെള്ളം ദാഹിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എത്ര പവിത്രമാണ് ആകാശത്തിൽ നിന്ന് ഇറക്കുന്ന വെള്ളം. ആ വെള്ളം സുലഭമായി അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരായ ആളുകൾക്ക് അതുപോലത്തെ വൃത്തിയുള്ള പരിശുദ്ധമായ പവിത്രമായ വെള്ളം ആളുകൾക്ക് അത് വിതരണം ചെയ്യാൻ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകൾ നിസ്സഹായരാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ജലസേചനം എന്ന് പറഞ്ഞ് ആളുകൾക്ക് നൽകുന്ന വെള്ളം, അതും ആകാശത്തിൽ സുലഭമായി അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്ന വെള്ളവും അതിൻ്റെ കണ്ടൻസുകളും അതിൻ്റെ ക്വാളിറ്റികളും അതിൻ്റെ വ്യത്യാസങ്ങൾ എത്രയുണ്ട് സഹോദരങ്ങളെ. നാം അത് രുചിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അള്ളാഹു ചെയ്തു തന്ന മഹത്തായ നിഅമത്തിനെ എടുത്തു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ. ആ വെള്ളത്തിൻ്റെ പവിത്രതയും അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ. വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്തിൽ നിന്ന് ഇറക്കുന്ന ഈ വെള്ളം കാരണം അള്ളാഹു നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് നൽകുന്നു. സമറാത്തിൻ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരായത്തിൽ പറയുന്നത് നോക്കി, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, നിശ്ചയം ആകാശങ്ങളെ സൃഷ്ടിച്ചതിൽ ഭൂമിയെ സൃഷ്ടിച്ചതിൽ അതേപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, എല്ലാ സമയവും നമുക്ക് പകലാണെങ്കിൽ നമ്മുടെ ജീവിതം അത് താറുമാറാകുമായിരുന്നു.
എല്ലാ സമയവും രാത്രിയാണെങ്കിലും അതുപോലെ തന്നെയാകുമായിരുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി വരുന്നു, അത് പോകുമ്പോൾ പകല് വരുന്നു, വീണ്ടും രാത്രി വരുന്നു. ഈ ഒരു സംവിധാനം നമുക്ക് വേണ്ടി അവൻ ചെയ്തു വെച്ചു. വൽഫുൽകില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, ആളുകൾക്ക് ഉപകാരപ്രദമായി അവരുടെ വിഭവങ്ങളുമായി കടലുകളിൽ സഞ്ചരിക്കുന്ന കൂറ്റൻ കപ്പലുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ തകർച്ച വന്നാൽ അത് കടലിൽ മുങ്ങിപ്പോവുകയാണെങ്കിൽ കരക്ക് നിന്നുകൊണ്ട് വേവലാതിപ്പെടുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ കഴിയുന്നു ഈ സംവിധാനങ്ങൾക്ക്, മനുഷ്യർക്ക്? ഇന്നലെ മിഞ്ഞാന്ന് നമ്മുടെ അടുത്ത പരിസരങ്ങളിൽ കടലിൽ മുങ്ങിപ്പോയ കപ്പലുകളെ ചരിത്രങ്ങൾ, പത്രങ്ങൾ നിങ്ങൾ വായിച്ചില്ലേ? നിങ്ങൾ കേട്ടില്ലേ? എത്ര ഭീഷണികൾ, എത്ര നഷ്ടങ്ങൾ, എന്ത് ചെയ്യാൻ കഴിഞ്ഞു സഹോദരങ്ങളെ മനുഷ്യർക്ക്? അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പലുകളെ കണ്ട് മനസ്സിലാക്കി അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളും അവനും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങളും അത് മനസ്സിലാക്കാൻ മുഅ്മിനീങ്ങളോട് അള്ളാഹു വിളിച്ചു പറയുന്നു. അതിനെക്കുറിച്ച് പാഠം പഠിക്കാൻ, ഉത്ബുദ്ധരാവാൻ, അവനെ അറിയാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബിമാ യൻഫഉന്നാസ് വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ, ആകാശത്തിൽ നിറക്കിയ വെള്ളങ്ങൾ, അങ്ങനെ ആ വെള്ളങ്ങൾ കൊണ്ട് അള്ളാഹു ഭൂമിയെ ജീവിപ്പിച്ചു. പല ജാതി സസ്യങ്ങളും അതുകൊണ്ട് അള്ളാഹു മുളപ്പിച്ചു, ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. വതസ്രീഫിർ റിയാഹി, കാറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു തിരിച്ചുവിടുന്നു. മന്ദമാരുതനായ നല്ല കാറ്റുകൾ. അതേ കാറ്റൽപ്പം കടുപ്പം കൂടിയാൽ, ശക്തി പ്രാപിച്ചാൽ അപകടകരമായ അവസ്ഥകൾ, ആളുകൾക്ക് നാശം, കൃഷികൾക്ക് നാശം, ഭവനങ്ങൾക്ക് തകർച്ചകൾ. വതസ്രീഫിർ റിയാ വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അള്ളാഹു നിയന്ത്രിച്ചു വച്ച മേഘം. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു പറയുന്നു. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന നമ്മളെ സൃഷ്ടിച്ചത്, ഈ ലോകത്ത് കണ്ടു കാണുന്ന മുഴുവത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു ആകുന്നു എന്നുള്ളത് പരിചയപ്പെടുത്തി തന്നുകൊണ്ട് അള്ളാഹു ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ, എല്ലാത്തിൻ്റെയും ഉടമ അള്ളാഹു ആകുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ്, അള്ളാഹു മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യരുടെ മുഴുവനും എല്ലാ സൃഷ്ടികളുടെയും ഉടമയാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരുടെയും ഉടമ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അതേപോലെ അള്ളാഹു ആകുന്നു എല്ലാത്തിൻ്റെയും നിയന്താവ് അള്ളാഹുവാണ്. നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായി ലോകത്ത് ഒരു കാര്യങ്ങളും നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ചെറിയ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്തു. ചെറിയൊരു കുട്ടിക്ക് അദ്ദേഹം പറയാണ്, കുന്തു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞാൻ പ്രവാചകന്റെ പിന്നിലായിരുന്നു, വാഹനത്തിൻ്റെ പുറത്തോ അല്ല നടന്നു പോകുന്ന സമയത്തോ ഏതാണെങ്കിലും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യാ ഗുലാം, കുഞ്ഞേ, യാ ഗുലാം, യുവാവോ അതല്ലെങ്കിൽ പ്രായം ചെന്നൊരു വ്യക്തിയോ ഒന്നുമാകാത്തൊരു കുട്ടി എന്നുള്ള ആ നിലക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിശ്ചയം നിനക്ക് ചില വചനങ്ങൾ, ചില അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മൾ പഠിക്കേണ്ടതാണിത്, നമ്മൾ അറിയേണ്ടതാണ് ഈ കാര്യങ്ങൾ. യഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണം. എന്നാൽ അള്ളാഹുവിൻ്റെ കാവൽ നിനക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവൽ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ ഇതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി നീ പാലിക്കണം. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അധ്യാപനങ്ങൾ നീ പാലിച്ചു കൊണ്ടുപോയാൽ നിന്റെ കണ്ണു മുന്നിൽ അള്ളാഹുവിനെ എനിക്ക് എത്തിക്കാൻ കഴിയും. നീ ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വിളിക്കുകയാണെങ്കിലും അവൻ എനിക്ക് ആ സമയത്ത് സ്പോട്ടിൽ അവൻ്റെ ഉത്തരം നിനക്ക് ലഭിക്കും. സഹായമുണ്ടാകും, സംരക്ഷണമുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ, നിനക്ക് എന്ത് ആവശ്യങ്ങളുണ്ട് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. കുഞ്ഞിനോടാണ് പറയുന്നത്, ചെറിയൊരു കുട്ടിയോട് പറയാണ്. നമുക്ക് ദീനിൻ്റെ വിഷയത്തിൽ, വീക്ഷണത്തിൽ ദുന്യവിയായി നമുക്ക് പരസ്പരം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാവുന്നതേ ഉള്ളൂ. കാശ് കടം ചോദിക്കാം, സഹായങ്ങൾ ചോദിക്കാം, ദുന്യവിയായ സാഹചര്യങ്ങളിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഈ ഒരു വിധാനത്തിലേക്ക് ഉയരണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എനിക്കൊരാളും ആവശ്യമില്ല, മനുഷ്യരായ സൃഷ്ടികളായ ഒരാളെ എനിക്ക് ആശ്രയിക്കേണ്ട ഗതികേടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക്, വിധാനത്തിലേക്ക്, ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാണ് പ്രവാചകൻ. ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോ ആളുകളുടെയും അവസ്ഥകൾ എത്ര പരിതാപകരമാണ്, എത്ര നിസ്സഹായതയിലാണ് ഓരോ വിഷയത്തിലും. അള്ളാഹുവിൻ്റെ റസൂൽ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത അധ്യാപനം ശരിക്കത് മുഖവിലക്കെടുത്ത ഒരാൾ അള്ളാഹുവിനെ പരിചയപ്പെട്ട് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത്ര ശക്തനായ, കരുത്തനായ, ധീരനായ,
സുരക്ഷിതത്വ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തികളെ വേറെ കാണാൻ കഴിയൂല. ഇന്നെന്താണ് നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകളുടെ അവസ്ഥകൾ എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഭൗതികമായ വിഭവങ്ങൾ ധാരാളമുള്ളതിനോട് കൂടെ യഹ്ഫദില്ലാഹ യഹ്ഫദ്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ആ ഒരു ലെവലിലേക്ക് ഉയരുക, ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുക. മറ്റുള്ള സൃഷ്ടികളെ എനിക്ക് ആവശ്യമില്ല എന്നുള്ള സ്വയം ഒരു പര്യാപ്തതയിലേക്ക് എത്തുന്ന അവസ്ഥയിൽ വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. എന്നിട്ട് പ്രവാചകൻ പറയും, വഅലം, നീ അറിഞ്ഞോ, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. സമൂഹം, ലോകത്തുള്ള ആളുകൾ മുഴുവനും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി എന്ന് വെക്കുക. അള്ളാഹു കണക്കാക്കി തീരുമാനിച്ചത് കൊണ്ടല്ലാതെ ഒരു കാര്യം, ഒരു ഉപകാരം നിനക്ക് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു തീരുമാനിച്ച അത് ചെയ്യാനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒന്നും നൽകാൻ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ തന്നെ വലൗ ഇജ്തമഉ അലാ അൻ യളുറൂക ബിശൈഇൻ ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. നിന്നെ ഉപദ്രവിക്കാനോ നിന്നെ കഷ്ടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ ലോകം മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നിനക്ക് വരുത്തി വെക്കാൻ അവർക്ക് സാധ്യമല്ല. നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. റബ്ബ് അള്ളാഹുവാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവനാണ്. ഈ ഒരു സുരക്ഷാബോധം അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നൊരു മുഅ്മിനായ മുസ്ലിമായ സ്ത്രീ പുരുഷന് മാത്രമേ ലഭിക്കുള്ളൂ. അല്ലാത്തൊരാൾക്കും ഇത് ലഭിക്കുകയില്ല. അള്ളാഹുവിനെ അറിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഇതാണ്, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. ഇത് അറിഞ്ഞാൽ ഇത്തര സുരക്ഷിതത്വ ബോധത്തോടെ, ഇത്തര ധീരതയോടെ, ധൈര്യത്തോടെ ഈ ലോകത്ത് മുന്നേറാൻ വേറൊരാൾക്കും സാധ്യമല്ല, അള്ളാഹുവിനെ അറിഞ്ഞൊരടിമക്കല്ലാതെ. എന്നിട്ട് പ്രവാചകൻ അവസാനം പറയാണ്, റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്. ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ തീരുമാനങ്ങളാണ്, വിധിയാണ്. അവൻ ഇത് എഴുതി രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളുമാണ്. അത് എഴുതിയ പേന ആ സ്പോട്ട് സ്ഥലത്തിൽ നിന്ന് എടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. മഷി ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു. മഷി പരന്നിട്ടോ അതിന് പിന്നീട് ഒരു വെട്ടോ തിരുത്തോ ഇവിടെ വരാനും പോകുന്നില്ല. അള്ളാഹുവിനെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ഈ നിലക്ക് നമ്മൾ അറിയുകയാണെങ്കിൽ ഇത്ര വലിയ സുരക്ഷാബോധത്തോടുകൂടെ, ധീരതയോടെ, ആദർശ ശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് സത്യം. ഇതാണ് അള്ളാഹുവിനെ ഒരു അടിമ അറിഞ്ഞാൽ ഈ ലോകത്ത് അവന് ആദർശത്തിൽ അടിയുറച്ചു പോകാൻ കഴിയുമെന്ന് പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥവും ആശയം ഇത് തന്നെയാണ്. യുസബ്ബിത്തുല്ലാഹുൽ. അല്ലെങ്കിൽ ഭീഷണികൾ വരും, ചില സമയത്ത് പ്രകോപനങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും. അതിനനുസരിച്ച് ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ആദർശം തകർന്ന് തരിപ്പണമായി ഈ ലോകത്ത് എന്തെങ്കിലും നേടിയെന്ന് വെക്കുക, മരണത്തോടുകൂടി ഹദീസിൽ കേട്ടതുപോലത്തെ പരാജയങ്ങളും അധപ്പതനങ്ങളും മനുഷ്യരുണ്ടാകുക. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആളുകൾ ഭൗതികമായ ഈ സംവിധാനങ്ങളും കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ബോധവാന്മാരുള്ളൂ. ബഹുഭൂരിഭാഗം ആളുകളും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. സത്യത്തിൽ കാലാകാലത്തെ ജീവിതം അതാണ്, മരണത്തിൻ്റെ ശേഷമാണ്. ഈ ലോകം വളരെ തുച്ഛമായ സമയമാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ. ലോകത്ത് പരലോകത്തേക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൗതികമായത് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിംഗ് നടത്തി കൊണ്ടുവരുന്ന അല്പം വിഭവങ്ങൾ പോലെ മാത്രമാണ്. അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം ഇങ്ങനെ മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഈ പറയുന്ന 3 വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു അടിമ അവൻ്റെ റബ്ബിനെക്കുറിച്ച് കൃത്യമായി അറിയണം. അത് അറിഞ്ഞാൽ വിശദമായി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ കാര്യങ്ങൾ അല്പം വിശദമായി തന്നെ പറഞ്ഞത് കാണാം. അള്ളാഹുവിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ അധ്യാപനങ്ങളും പ്രവാചകൻ പറഞ്ഞ ഈ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ തീർച്ചയായും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ ലക്ഷ്യ സാക്ഷാത്കാരം അവന് വളരെ ലളിതമായിരിക്കും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് അവന് വളരെ ലളിതമായിരിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതായിട്ടെടുക്കാൻ അവന് കഴിയുകയും ചെയ്യും, അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഈ അനുഗ്രഹങ്ങൾ ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന അവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തെന്നില്ലാത്ത മാനസികമായൊരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു ധൈര്യം ഈ പറയുന്ന വ്യക്തിക്ക് ലഭിക്കും. ഈ ലോകത്ത് ആ ഒരു നിഅമത്തോടുകൂടെ അവന് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇദാ തയഖൻ,
ഒരാളെ മനസ്സിലേക്ക് ഈ ആദർശം ശരിക്ക് കൃത്യമായി അതറിഞ്ഞു കഴിഞ്ഞു. അന്നല്ലുറ വന്നഫ, എന്തെങ്കിലും ഉപകാരം, എന്തെങ്കിലും ഉപദ്രവം, ഹദീസിൽ പറഞ്ഞതുപോലെ വൽ അതാ വൽ മൻ, എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ലഭിക്കാതെ നിന്നു എന്നുണ്ട്, വൽ ഹുദാ വല്ലലാൽ, സന്മാർഗവും വഴികേടും, വസ്സആദത വശ്ശിഖ, വിജയവും പരാജയവും, കുല്ലു ദാലിക ബിയദില്ലാഹി ലാ ബിയദി ഗൈരി, ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്, അവൻ തീരുമാനിച്ചതുപോലെയാണ്, മറ്റൊരാൾക്കും ഇതിൽ കൈകടത്തലില്ല എന്നൊരാൾ മനസ്സിലാക്കി. വഅന്നല്ലദീ യുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാൻ. വയുസർരിഫുഹ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നവൻ. വഅന്നഹു ലാ മുവഫിഖ ഇല്ലാ മൻ വഫഖഹു വഅആന, അള്ളാഹു തൗഫീഖും സഹായം ചെയ്തു തന്നാലേ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുള്ളൂ. വലാ മഖ്ദൂല ഇല്ലാ മൻ ഖദലഹു വഅഹാന വതഖല്ല അൻ, അള്ളാഹു ഒരാളെ കൈയൊഴിഞ്ഞാൽ അവനെ പരാജയപ്പെടൂ, നിന്ദനാകുകയുള്ളൂ എന്നൊരാൾ മനസ്സിലാക്കിയാൽ ഹൃദയം അള്ളാഹുവിലേക്ക് മുന്നിടും, അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിനെ ഭയപ്പെടും, അപ്പോൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കും. അള്ളാഹു അല്ലാത്ത ഏത് ഭീഷണികളും അവൻ്റെ മുന്നിൽ നിസ്സാരമായി വരും. അള്ളാഹ് തീരുമാനിച്ചതേ എനിക്ക് വരുള്ളൂ. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന, അള്ളാഹു നമുക്ക് കണക്കാക്കി തീരുമാനിച്ചതല്ലാതെ നമുക്കൊന്നും പിടിപെടാൻ പോകുന്നില്ല എന്നുള്ള ഭീഷണികൾ വന്ന സമയത്ത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ മുൻഗാമികളുടെ ആ ആദർശം, ആ ഈമാൻ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു, നമുക്ക് അള്ളാഹു മതി എന്ന് പറയുന്ന മാനസികാവസ്ഥ. ഇന്ന് നമ്മൾ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായൊരറിവ് നമ്മുടെ മനസ്സിലേക്ക് തട്ടാത്തത് കൊണ്ട്, കടക്കാത്തത് കൊണ്ട് നമ്മൾ ഈ ലോകത്തുള്ള ജീവിതത്തിൽ പലപ്പോഴും ഉഴപ്പുകയാണ്, പലപ്പോഴും നിസ്സഹായരായി അപരരാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഈ ലോകത്ത് ജീവിക്കേണ്ട ഗതികേട് ആളുകൾക്ക് വന്നുപെട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. മഹാനായി പണ്ഡിതൻ പറഞ്ഞു തന്ന ഈ അധ്യാപനങ്ങൾ ശരിക്കും നമ്മൾ കൃത്യമായി ഖുർആനിൽ കൂടെയും ഹദീസുകളിൽ കൂടെയും അറിഞ്ഞ് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ, ആ ഹദീസിൽ കേട്ടതുപോലെ കാര്യങ്ങൾ ചോദിക്കാൻ അള്ളാഹുവുണ്ട്, അഭയം തേടാൻ അള്ളാഹുവുണ്ട്, പ്രതീക്ഷിക്കാൻ അള്ളാഹുവുണ്ട്. അവൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടും. അവന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ അടിമയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഈ ആദർശത്തിൽ മുന്നേറി വിജയിക്കാൻ അവർക്ക് അവസരം നൽകും എന്നാണ് ആ ആയത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാമത്തത് റബ്ബിനെക്കുറിച്ച് നമ്മൾ അറിയണം. ഖുർആനികമായ ആയത്തുകളുണ്ട്. ഈ ലോകത്ത് കാണുന്ന ഓരോ ഘടകങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഓരോ വിഷയങ്ങളും തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഉണ്ട് താനും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവൻ അറിയാനും അവനോട് നമുക്കുള്ള ബാധ്യതകൾ അത് ഭംഗിയായി നിർവഹിക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് ആയത്തുകൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നുള്ളതിന് തെളിവ് എന്നോണം നിങ്ങളുടെ ബുക്കുകളിലോ പേപ്പറുകളിലോ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം പറഞ്ഞ ആയത്ത് സൂറത്തുൽ ബഖറയിലുള്ള യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലുള്ള ആ ആയത്ത് 21-ാമത്തെ ആയത്താണ് ഞാൻ പറഞ്ഞത്. അതേപോലെ രണ്ടാമത് ഞാൻ പറഞ്ഞ ആയത്ത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്നുള്ളത് സൂറത്തുൽ ബഖറയിൽ നിന്ന് തന്നെയുള്ള 164-ാമത്തെ ആയത്താണ് ഞാൻ പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള 164-ാമത്തെ ആയത്ത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ആയത്തുകളൊക്കെ ഇന്ന് മൊബൈൽ ആപ്പുകളിലായിട്ടും സൗകര്യങ്ങൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഭാഷകളിൽ ഏത് ഭാഷയിലും ഈ ഖുർആൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ലഭിക്കുന്നത്. ഈ മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം വളരെ ഉപകാരപ്പെട്ടതായി ഒരു നിഅമത്താണ്. നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നോക്കിയിട്ടൊക്കെ ഈ ആയത്തുകളുടെ അർത്ഥങ്ങളും അള്ളാഹു അതിൽ കൂടെ പറഞ്ഞ അധ്യാപനങ്ങളും നമ്മൾ മനസ്സിലാക്കാനും ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാകുക. അതേ ആശയത്തിൽ വന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സമയത്തിൻ്റെ കുറവ് കാരണം ഞാനിതിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന പല ആയത്തുകളും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ല. കാര്യം അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ. ഹദീസ് ഞാൻ പറഞ്ഞത് ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത, മറ്റുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസിൽ ഹദീസ് ഇബ്നു അബ്ബാസ് എന്നോ അതല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാ ഗുലാമു ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ എന്ന് പറയുന്ന ഹദീസ് ഗൂഗിളിലോ എവിടെയെങ്കിലും അടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അതിൻ്റെ അർത്ഥം ഭാഷയൊക്കെ ലഭിക്കുന്നത് നിങ്ങൾക്കതറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് വായിച്ച് കേട്ട് നോക്കി അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു അനുഭവം ഒരു പരിചയം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകും, മനസ്സിന് സമാധാനം ധൈര്യമുണ്ടാകും. നമുക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീന് അടിയുറച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരികയും സഹായങ്ങൾ അവൻ നൽകുകയും ചെയ്യും.